ലീഗ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയെ അജയ്യനായ നായകനായി അവതരിപ്പിക്കുക എന്നതുതന്നെ. പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പോലും ഇതിന്റെ ഭാഗമായി തിരുത്തി എഴുതപ്പെട്ടു കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിരന്തര യുദ്ധം നടത്തി വന്നിരുന്ന മന്ത്രി MK മുനീർ പോലും കടുത്ത കുഞ്ഞാലിക്കുട്ടി ഭക്തനായി കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടി ഒരു കുഞ്ഞാലി മരക്കാരാണത്രേ. എന്താടാ നോക്കി പേടിപ്പിക്കണേ? ചെന്ന് പറയടാ നിന്റെ മൂരിയോട് ഞമ്മൾ വന്നിട്ടുണ്ടെന്ന്. കുന്നത്തങ്ങാടിയിലുള്ളവർക്ക് മൂരി 7 ദിവസം വിലവനായിരിക്കും. ഈ ദുനിയാവിൽ അവരൊക്കെ വലിയ വമ്മമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൊയ്തീനൊക്കെ മജീദൊക്കെ അവരുടെ പേര് കേട്ട മലപ്പുറം മഞ്ചേരിയും വിറയ്ക്കും. ചെന്ന് പറയടാ നിന്റെ മൂരിയോട് മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും മരണുണ്ടെന്ന്. ആ സോളാർ എപ്പിസോഡ് 200 കഴിഞ്ഞു. എന്നിട്ടും ഈ കേരളത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു രോമം പോലും നിങ്ങൾക്ക് സ്പർശിക്കാൻ സാധിക്കില്ല. കാരണം സാമൂതിരി രാജാവിന് പടയാളിയായി കുഞ്ഞാലി മരക്കാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഇതാ മറ്റൊരു കുഞ്ഞാലി പടയാളിയായിട്ടുണ്ട്. അത് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവാണ്. അപ്പൊ ഇതാണ് കുന്നത്തങ്ങാടി. ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്രയല്ലേ ഉള്ളൂ. ഉമ്മൻചാണ്ടിക്കും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉള്ള നട്ടെല്ലിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു വാഴനാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോവുകയാണ്. ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസെ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ 2ാം സ്ഥാനത്ത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന ഞങ്ങളുടെ ശക്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്? ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ല. എവരുടെ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുന്നതാ ഞാൻ പോയിട്ട്. നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നതോടുകൂടി മുന്നണിക്കകത്തുള്ള പ്രശ്നവും തീർന്നു. അവിടെ ഇവിടെയൊക്കെ ചില്ലറ പൊട്ടും ചീറ്റലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി. ഈ ജാഥ ഇങ്ങോട്ട് വന്നപ്പോൾ സമത്വം, സമന്വയം, സൗഹൃദം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ഘടകകക്ഷികളും ഞങ്ങളുടെ വേദിയിലുണ്ട്. ഞാൻ മലപ്പുറം കട്ടിങ്ങോട്ട് ആഘോഷിക്കല്ലേ? നോക്കല്ലേ? ഗതികേട് നിന്റെ പേരോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇനി മുതൽ കാറൽ മാർക്സിന് പകരം ബിജു രാധാകൃഷ്ണനും, എംഗൽസിന് പകരം ബിജു രമേശും, ലോസ റക്സൻബർഗിന് പകരം സരിതയുമായിരിക്കും ഇവരുടെ കട്ടൗട്ടുകളിൽ ഉണ്ടാവുക. നമുക്ക് ചായ കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്കാരുടെ ഫ്രീ ആക്കി 10 വയസ്സോടെ ആരും ഉമ്മൻചാണ്ടിക്ക് ഇതാ മറ്റൊരു കുഞ്ഞാലി പടയാളിയായിട്ടുണ്ട്. അത് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവാണ്. കഴിഞ്ഞിട്ട് വരെ അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ. മുഖ്യമന്ത്രിയുടെ 2ാം സ്ഥാനത്ത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന ഞങ്ങളുടെ ശക്തി ഉണ്ടെങ്കിൽ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസൻ. അസർബൈജാൻ